ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും കേരളത്തിൽ നിന്ന് നിരവധി സന്നദ്ധ പ്രവർത്തകരാണ് രക്ഷാപ്രവർത്തനത്തിനായി ശിരൂരിലേക്ക് എത്തിയിട്ടുള്ളത്. എന്നാൽ ഇവരാരെയും അപകട സ്ഥലത്തേക്ക് ഇന്ന് പ്രവേശിപ്പിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം പ്രവേശനം അനുവദിക്കുമെന്നാണ് അധികൃതർ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ശിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കൂടി പോകണം, അതിനുശേഷം തിരികെ. നിരവധിയായിട്ടുള്ള മലയാളികൾ ഈ ശിരൂരിൽ അർജുന കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിൽ അവർ സന്നദ്ധത പ്രകടിപ്പിച്ച് ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ പരം ചേരുന്നത് ഈ കോഴിക്കോട് കൂരാച്ചുണ്ടിൽ നിന്നുള്ള സംഘമാണ്. കൂരാച്ചുണ്ട് റെസ്ക്യൂ ടീം എന്ന് പറയുക. അവർ കഴിഞ്ഞ 4 ദിവസമായി വളരെ ശ്രമകരമായിട്ടുള്ള ഈ ദൗത്യത്തിൽ അവരുണ്ട്. എന്താണ് ഇപ്പോൾ ഏകദേശം ഈ കരയിലെ തെരച്ചിലൊക്കെ അവർ ഏകദേശം അവസാനിപ്പിച്ച് കഴിഞ്ഞു. നിങ്ങൾ ഈ 4 ദിവസത്തെ അനുഭവം എന്താണ് നമ്മളുടെ ഒരു ഹോപ്പ്? ഈ ഇന്നലെ കൊണ്ട് ഏതാണ്ട് വണ്ടി ഉണ്ടായിരുന്ന GPS ഉണ്ട് കണ്ടെത്തിയ ഭാഗം ഏതാണ്ട് ക്ലിയർ ആയിട്ടുണ്ട്. ബാക്കി ഇപ്പോൾ പുഴയുടെ സൈഡിലോട്ട് മണ്ണ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ ഏതാണ്ട് ഒരു 12 മീറ്റർ ഹൈറ്റിൽ മണ്ണ് അവിടെ ഉണ്ട്. അതാണ് ഇപ്പം മിലിറ്ററിയുടെ സാന്നിധ്യത്തിൽ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇന്ന് വർക്ക് ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ മണ്ണെടുത്തതിന് ശേഷം ഡിറ്റക്ടർ വെച്ചിട്ട് ഒന്നുകൂടെ സെർച്ച് ചെയ്യാം. ഉച്ചയ്ക്ക് ശേഷം ഡിറ്റക്ടർ ഒരു 20 മീറ്റർ പവറുള്ള ഡിറ്റക്ടർ വരുന്നുണ്ടെന്നാണ് മിലിറ്ററി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്താ ഇപ്പോൾ 4 ദിവസമായി ആ അപകട സ്ഥലത്തുണ്ട്. അവിടെ ഈ രക്ഷാപ്രവർത്തനം എല്ലാം നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ കരയിൽ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ ലോറി, എന്താണ് അതിൻ്റെ ഒരു സാധ്യതകൾ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇന്ന് പിന്നെ റോഡ് സൈഡിൽ പുഴയുടെ സൈഡിൽ ഏതാണ്ട് നോക്കുന്ന ഭാഗങ്ങളിൽ ഏതാണ്ട് ഒരു പ്രതീക്ഷയുള്ള ഭാഗം തന്നെയാണ്. അതില്ലെങ്കിൽ മാത്രമേ വെള്ളത്തിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഇന്ന് നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത ഭാഗങ്ങൾ എന്ന് പറയുന്നത് മിലിറ്ററി ചെയ്യുന്ന ഭാഗങ്ങൾ ക്ലിയറായിട്ട് ഇന്ന് മണ്ണ് മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ ഏതാണ്ട് ചിലപ്പോൾ ഇന്ന് വാഹനം കണ്ടെത്താൻ സാധിക്കുകയായിരിക്കും. ഇതൊരു വലിയ ലോഡ് വണ്ടിയാണ്, തടിയാണ്. അപ്പം അത്രത്തോളം ലോഡുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഭേദിച്ചുകൊണ്ട് ഈ പുഴയിലേക്ക് ഇത് പതിക്കും എന്ന് അത്ര ശക്തമായ ഒരു സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. തള്ളിക്കളയാൻ പറ്റില്ല, തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. പിന്നെ അതിലുണ്ടായിരുന്ന മരം എന്ന് പറയുന്നത് അക്കേഷ്യയുടെ മരമാണ്. ഒരു കാരണവശാലും ചിലപ്പോൾ മരം പൊങ്ങി നിൽക്കാൻ സാധ്യതയില്ല. പുഴയിൽ ഒലിച്ചു പോകുന്നുണ്ടോ എന്ന് അവർ പരമാവധി സെർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ മരം വെള്ളത്തിൽ പൊങ്ങി നിൽക്കാൻ സാധ്യതയില്ലാത്തൊരു മരമാണത്. അപ്പം ഇന്ന് ഏതാണ്ട് ഡിറ്റക്ടർ വരികയാണെങ്കിൽ 100% ചിലപ്പോൾ ഇന്ന് വാഹനം കണ്ടെത്തിയേക്കാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ഈ വാർത്ത അറിഞ്ഞ് വളരെ സന്നദ്ധമായി ഇങ്ങോട്ട് എത്തിയപ്പോൾ ഇതിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരാണ്. എന്താണ് ഈ ഒരു വളരെ ഭീകരമായ ദൃശ്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. എന്താണ് തോന്നുന്നത് ഈ കഴിഞ്ഞ 4 ദിവസത്തെ ഒരു അനുഭവം? തീർച്ചയായും, കാരണം ഞങ്ങൾ കേരളത്തിൽ ഒരുമാതിരിയുള്ള എല്ലാ ഡിസാസ്റ്ററിലും പങ്കെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇത് ഒരു പ്രത്യേക, നമ്മൾ ഉരുൾപൊട്ടൽ, നമ്മുടെ നാടുകളിലൊക്കെ ഉരുൾപൊട്ടൽ കാണാറുണ്ട്. ഇതൊരു പ്രത്യേക ഒരു രീതിയിലുള്ള. മുമ്പ് നിങ്ങളങ്ങനെ ഉരുൾപൊട്ടൽ തീർച്ചയായും ഞങ്ങൾ കവളപ്പാറയിലും പുത്തുമലയിലും അതുപോലെ ഇടുക്കി ഡാമിനകത്തൊക്കെ തെരച്ചിൽ നടത്തുന്ന ആളുകൾ എന്ന നിലയിൽ ഒരുപാട് കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. കാരണം ഇത് ഒരു ഡാം പോലെ രൂപപ്പെടുകയും അവിടെ വെള്ളം സ്റ്റോറാകുകയും അത് പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ. കാരണം എന്താ വെച്ചാൽ നമുക്ക് കാണാം അവിടെ പുഴയ്ക്കക്കരെ ഏകദേശം 500 മീറ്റർ അകലമുള്ള പുഴയുടെ അക്കരെയുള്ള 6 വീടുകളാണ് അവിടെ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഒരു ഫ്ലാസ്റ്ററിങ് രൂപത്തിലുള്ള ഒരു സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പം നിഗമനങ്ങളാണ്, നമ്മൾ എല്ലാം നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം കൂടുതൽ സംവിധാനങ്ങൾ വരുമ്പോൾ അത് തീർച്ചയായും ഇന്ന് കണ്ടെത്താൻ അതിന് നേവിയും അതുപോലെ തന്നെ NDRF ഒക്കെ വളരെ ഊർജിതമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. മലയാളികളുടെ ഒരു കൂട്ടായ്മ കൂടിയാണ്. അല്ലാതെ ഇത്തരം ഒരു വാർത്ത അറിഞ്ഞു വളരെ പെട്ടെന്ന് നിരവധിയായിട്ടുള്ള ഇത്തരം നിങ്ങളെപ്പോലെയുള്ള കൂട്ടായ്മകളും സന്നദ്ധ സംഘടനകളൊക്കെ ഇങ്ങോട്ട് വരാൻ തയ്യാറായി നിൽക്കുന്നു, അറിയിക്കുന്നു. അതൊരു അങ്ങനെ ഒരു മെസ്സേജ് കൂടിയുണ്ട്. അതെ, തീർച്ചയായും. കാരണം ഇന്നലെ ഞങ്ങൾ ലോക്കൽസുമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ അവർക്ക് അത്ഭുതമാണ്. കാരണം കേരളം മാത്രമല്ല, അവരുടെ അതായത് ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ളവരും ഇതേപോലെ അപകടത്തിൽപ്പെട്ട് കാണാതായിട്ടുണ്ട്. അതും കൂടി നമ്മൾ അതെ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ പൂർണ്ണ സന്നദ്ധമായി. അതെ, അത് തീർച്ചയായും. കാരണം അവർക്ക് അത്ഭുതമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കിപ്പോൾ ഇന്നലെ ഷോപ്പിൽ സാധനം വാങ്ങാൻ വന്നപ്പോൾ അവർ പൈസ പോലും ആയിട്ടില്ല. അപ്പോൾ അവർ ഫാമിലി മെമ്പേഴ്സ് ആണോന്നാണ് ചോദിക്കുന്നത്. നിങ്ങളിങ്ങനെ ഞങ്ങളെ ഈ ഭാഗത്ത് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല. ഒരാളും 1-2 ആൾ ഫാമിലി മെമ്പേഴ്സ് വരും, അത്രേ ഉള്ളൂ. അതവിടെ കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ കഴിയും. പക്ഷെ ഇതങ്ങനെയല്ല, ഒരു നാട് മൊത്തം കൂട്ടായ്മ തന്നെയാണ് അവർ പറയുന്നത്. അതല്ലാതെ ഇത്രത്തോളം ഒരാൾക്ക് വേണ്ടി നിങ്ങൾ എന്തിനു വേണ്ടി ഇത്ര തെരച്ചിൽ നടക്കുന്ന ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് അവർ. നമുക്ക് എന്തായാലും പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം. തീർച്ചയായിട്ടും
ഒരു തീരുമാനമാകുന്നവരെ ഇവിടെ തന്നെ നമ്മൾ തീരുമാനമാവുന്നവരെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമ്മളെ പുറത്താക്കിയിട്ടുണ്ട്. അനുവദിക്കുകയാണെങ്കിൽ തീരുമാനമാകുന്നവരെ ഞങ്ങൾ നിൽക്കാൻ റെഡിയാണ്.